നമ്മൾ പ്രതിരോധ സംവിധാനത്തിൽ രക്തത്തെ കുറിച്ചിട്ട് പഠിച്ചു. രക്തത്തോടൊപ്പം അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ദ്രാവകം കൂടിയുണ്ട്, അതാണ് ലിംഫ്. ലിംഫ് ആൻഡ് ഡിഫൻസ്, ലിംഫും പ്രതിരോധവും. നമ്മുടെ ശരീരത്തിലെ രക്തം ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ദ്രാവകമാണ് ലിംഫ്. ലിംഫ് രക്തത്തിൽ നിന്നുണ്ടാവുന്നു, തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യും. കൂടാതെ രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകുന്നു. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളുണ്ട്. ഈ ലിംഫോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്തി നശിപ്പിക്കുന്നു. Lymph has prominent role in the defense mechanism. Lymph is produced from the blood and it is reabsorbed into the blood. And lymph has so many lymphocytes inside the lymph. Lymph contain number of lymphocytes. With the help of lymphocytes, they can destroy the entered pathogen and they can destroy the pathogen and eliminate the pathogen. That is the peculiarity, that is the function of our lymph. Like blood vessels, lymph also moving or flowing through the lymph ducts. It is formed from the spleen and the lymph nodes are the junction of these lymph nodes. അടുത്തതായിട്ട് നമുക്ക് പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ ഇത്രയധികം പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നത് എന്നാണ് ആ കുട്ടിയുടെ ചിന്ത. എൻ്റെ അപ്പുറത്ത് ടെക്സ്റ്റ് ബുക്കിൽ മുലപ്പാൽ പോലെ തന്നെ പ്രധാനമാണ് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ കുട്ടികൾക്കും നമ്മുടെ മനുഷ്യർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമുക്ക് അതിൻ്റെ വില ഇപ്പോൾ ശരിക്കും അറിയാം. ഈ കൊറോണ കാലത്ത് നമ്മൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാക്സിൻ വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാത്തിരിപ്പ് വാക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വാക്സിൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രതിരോധം നമുക്ക് നൽകി നമ്മുടെ രോഗത്തിൽ നിന്ന് വേർപ്പെടുത്തി അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് വിമുക്തരാക്കി മാറ്റുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരികയാണെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുകയും ഒപ്പം തന്നെ രോഗം മൂർച്ഛിക്കുവാൻ കാരണമാകുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് രോഗാണുക്കളുടെ പ്രവർത്തനവും വർധനവും ഇല്ലാതാക്കാൻ വേണ്ടി പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കുന്ന പ്രക്രിയയാണ് പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ. ഡിഫൻസ് മെക്കാനിസം slow down. The germs may enter into our body and they may start to multiply inside the body. Due to this, we are getting diseased or we are getting different types of diseases. So, we have to eliminate or avoid these circumstances. We have to take the vaccination. Immunization is the artificial method to make the defense cells alert against the attack of pathogens. So we have to take the immunization. That means vaccination. വീര്യം കുറയ്ക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ മൃതമാക്കപ്പെട്ടതോ ആയിട്ടുള്ള രോഗകാരികളെ അല്ലെങ്കിൽ ടോക്സിനുകളെ വളരെ നേരിയ തോതിൽ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് നമ്മുടെ ശരീരത്തിൽ ആ ആന്റിജനുകൾക്കെതിരായിട്ടുള്ള ആന്റിബോഡികൾ നിർമ്മിക്കുകയും ആ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ
രോഗാണുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് വാക്സിനേഷൻ. അപ്പോൾ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ വീര്യം കുറയ്ക്കപ്പെട്ടതോ ആയിട്ടുള്ള രോഗകാരികൾ അല്ലെങ്കിൽ ടോക്സിനുകൾ വളരെ നേരിയ തോതിൽ നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ച് നമ്മുടെ ശരീരത്തിൽ ഈ ആന്റിജനുകൾക്കെതിരായിട്ടുള്ള ഈ വിഷവസ്തുക്കൾക്കെതിരായിട്ടുള്ള ആന്റിബോഡികൾ നിർമ്മിക്കുകയും ആ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. വേറൊരു സമയത്ത് നമുക്ക് ഈ രോഗം ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുകയാണെങ്കിൽ ആ രോഗാണുക്കൾക്കെതിരായിട്ട് ഈ ആന്റിബോഡികൾ പ്രവർത്തിക്കുകയും നമുക്ക് നമ്മുടെ ശരീരത്തെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും. അതാണ് വാക്സിനേഷന്റെ പ്രാധാന്യം. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള വാക്സിനുകൾ എടുക്കാറുണ്ട്. ആ വാക്സിനുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാക്സിൻ രോഗം BCG രോഗം ക്ഷയരോഗത്തിനെതിരെയാണ് BCG കുത്തിവയ്പ് നടത്തുന്നത്. OPV പോളിയോമൈലൈറ്റിസിനെതിരായിട്ടാണ് കുത്തിവയ്പ് നടത്തുന്നത്. പെൻഡാവാലന്റ് വാക്സിൻ അത് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഹെപ്പറ്റൈറ്റിസ് മുതലായ രോഗങ്ങൾക്കെതിരെ കുത്തിവയ്ക്കുന്നു. MMR ഉണ്ടിനീര്, മീസൽസ്, റൂബല്ല മുതലായവയ്ക്കെതിരെ MMR കുത്തിവയ്ക്കുന്നു. വാക്സിൻ ആയിട്ടുള്ള TT രോഗം ടെറ്റനസ് ആണ്. ടെറ്റനസ് രോഗത്തിനെതിരെ TT വാക്സിൻ കുത്തിവയ്ക്കുന്നു. വാക്സിൻ ആൻഡ് ഡിസീസ് BCG വാക്സിൻ യൂസ്ഡ് ഫോർ ട്യൂബർകുലോസിസ്. OPV that is poliomyelitis. Next one, pentavalent vaccine. It is used against diphtheria, vaccine and disease. BCG vaccine used against tuberculosis. OPV poliomyelitis. Pentavalent vaccine. It is used against diphtheria, pertussis, tetanus, hepatitis B and Haemophilus influenza type B. All these we can prevent with the help of pentavalent vaccine. Pertussis, that means villain tumor. Next one, MMR, measles, that means mundinire, mumps, rubella, etc. are avoided with the help of MMR vaccine. TT diseases is tetanus. Tetanus diseases we can eliminate with the help of TT. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഈ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിലെ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും രോഗം ഭേദമാവുകയും ചെയ്തു. 2 മാസത്തിന് ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് വസൂരി രോഗം ഉണ്ടായില്ല. ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തെ അനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ പശു എന്നുള്ള അർത്ഥം വരുന്ന വാക്ക എന്നുള്ളതിൽ നിന്നാണ് വാക്സിനേഷൻ എന്നുള്ള പേര് കിട്ടിയത്. അടുത്തതായിട്ട് ചികിത്സ അവസാനത്തെ പ്രതിരോധം, ട്രീറ്റ്മെന്റ് ഫൈനൽ ഡിഫൻസ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിക്ക് രോഗാണുക്കളെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല എങ്കിൽ അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ രോഗത്തെ വരുതിയിലാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാലങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചികിത്സാ രീതികളുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി മുതലായ പല രീതികളും നമ്മൾ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നതാണ്. അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിനെ രോഗാണുക്കളെ തടഞ്ഞു നിർത്താനും നശിപ്പിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചികിത്സിച്ച് രോഗം ഭേദമാക്കി തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്ഥിതി ഗുരുതരമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് രോഗം ഭേദമാക്കാൻ ചികിത്സ തേടിയേ തീരും. അതിനുള്ള പല മാർഗങ്ങൾ നമ്മളുടെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നു. അതിൽപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ആയുർവേദമാണ് നമ്മുടെ ഇന്ത്യയിലെ പുരാതന കാലം മുതലേ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചികിത്സാ രീതി. ലോകത്തിന്റെ മുന്നിൽ ആയുർവേദ ചികിത്സാ രീതി വളരെ പേര് കേട്ട ചികിത്സാ രീതിയാണ്. വളരെയധികം ആളുകൾക്ക് അത് ഉപകാരപ്രദവുമാണ്. ആയുർവേദ, ഇന്ത്യസ് ഓൺ. Ayurveda is a famous method of treatment that has emerged from India. It is inevitable to live in harmony with the nature to remain an efficient and healthy body. In Ayurveda, plant and animal products are used as medicines. വിവിധ ഭാഗങ്ങളിൽ അതാത് പ്രദേശത്തെ ജീവിത രീതി, സംസ്കാരം, ലഭ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. സിദ്ധവൈദ്യം, പഞ്ചകർമ്മ, യുനാനി, പ്രകൃതി ചികിത്സ എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ചികിത്സാ രീതികളാണ്. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹാനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. പാരമ്പര്യ ചികിത്സാ രീതികളിൽ നിന്ന് വേറിട്ട രീതികൾ അവലംബിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. രോഗാണുക്കളുമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗകാരികൾ, രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു.